ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 1 എപ്പിസോഡ് 3 ആണ്. എപ്പിസോഡ് 3 തുടങ്ങുന്നത് ഡെമഗോർഗൻ പിടിച്ച ബാർബ് കണ്ണു തുറക്കുന്നത് കാണിച്ചാണ്. അവിടെ ഡെമഗോർഗനെ കണ്ട ബാർബ് ഞെട്ടുന്നു. രക്ഷപ്പെടാനായി ചുറ്റും നോക്കുമ്പോഴാണ് അത് പൂളിന്റെ അടിഭാഗമാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നത്. പക്ഷെ അവിടെ വെള്ളമില്ല. അവൾ അവിടെ കണ്ട പടികളിൽ പിടിച്ച് മുകളിലേക്ക് കയറാൻ ശ്രമിക്കും. അങ്ങനെ പൂളിന്റെ മുകളിലെത്തും. പക്ഷെ അവിടെ എത്തിയ ബാർബ് ഞെട്ടിപ്പോകും. സ്റ്റീവിന്റെ വീട് പോലെ തോന്നിക്കുന്ന മറ്റൊരു സ്ഥലത്താണ് ഇപ്പോൾ ബാർബുള്ളത്. എന്നാൽ രക്ഷപ്പെടാൻ ശ്രമിച്ച ബാർബിനെ ഡെമഗോർഗൻ പിന്നാലെ വന്ന് പിടിക്കും. ഇതൊന്നും നാൻസി അറിയുന്നില്ല. പ്രണയത്തിന്റെ ആലസ്യത്തിൽ നിന്ന് എഴുന്നേറ്റ നാൻസി സ്റ്റീവിനെ വിളിക്കുന്നുണ്ടെങ്കിലും ആള് നല്ല ഉറക്കമാണ്. അതിൽ നാൻസിക്ക് നല്ല വിഷമം വരുന്നുണ്ടെങ്കിലും അവൾ അവിടെ നിന്നും ഇറങ്ങും. വീട്ടിലെത്തിയ നാൻസിയും കാത്ത് കരൻ ഉറങ്ങാതെ കാത്തിരിപ്പുണ്ടായിരുന്നു. 10 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഇത്രയും നേരം എവിടെയായിരുന്നു എന്ന് ചോദിച്ച് കരൻ ദേഷ്യപ്പെടും. പിള്ളേർക്കൊപ്പം വില്ലിനെ തപ്പി നടന്നു, വിശന്നപ്പോൾ ഭക്ഷണം കഴിച്ചു, ബ്ലാ ബ്ലാ ബ്ലാ. വായിൽ തോന്നിയ കള്ളമെല്ലാം നാൻസി പറഞ്ഞു ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഉടനെ കരൻ നിനക്ക് ഈ ഉടുപ്പ് എവിടുന്ന് കിട്ടിയെന്ന് തിരക്കും. പൂളിൽ ഇറങ്ങിയോണ്ട് നാൻസിയുടെ ഉടുപ്പ് നനഞ്ഞായിരുന്നു. ഇപ്പോൾ അവൾ ഇട്ടിരിക്കുന്നത് സ്റ്റീവിന്റെ ഉടുപ്പാണ്. പെട്ടെന്ന് അവൾ സ്റ്റീവിന്റെ ഉടുപ്പാണെന്ന് ഓർക്കാതെ പറയും. ഇതോടെ കരേന് കാര്യം മനസ്സിലാവും. സ്റ്റീവ് നിന്റെ ബോയ്ഫ്രണ്ട് ആണോ എന്ന് കൃത്യമായി കരൻ നാൻസിയോട് ചോദിക്കും. അവൾ അല്ലെന്ന് കള്ളം പറഞ്ഞു പോകാൻ ശ്രമിക്കുമെങ്കിലും നാൻസി സ്റ്റീവിന്റെ വീട്ടിൽ പോയതാണെന്ന് മനസ്സിലാക്കിയ കരൻ നീ എന്തുണ്ടേലും എന്നോട് പറയണം, ഞാൻ നിന്നെ വഴക്ക് പറയില്ല, അബദ്ധത്തിൽ ചാടരുതെന്നൊക്കെ ഉപദേശിക്കും. ഇത് കേട്ടിട്ടും നാൻസി അങ്ങനൊന്നുമില്ല, ഒക്കെയും കരേന്റെ തോന്നലാണെന്ന് പറഞ്ഞ് റൂമിലേക്ക് പോകും. ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് കിടന്ന ജൊനാഥൻ രാവിലെ ജോയ്സിന്റെ ശബ്ദം കേട്ടാണ് ഉണരുന്നത്. ജോയ്സ് വില്ലിന്റെ മുറിയിലിരുന്ന് അവനോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് കേട്ട ജൊനാഥൻ വിൽ തിരിച്ചു വന്നെന്ന് കരുതി ഓടിപ്പോയി ആ റൂമിൽ നോക്കുമ്പോൾ ജോയ്സ് ഒരു ലൈറ്റ് എടുത്തു വെച്ചാണ് സംസാരിക്കുന്നത്. ഇത് കണ്ട് ജൊനാഥന് ഒന്നും മനസ്സിലാവില്ല. ഈ മുറി മൊത്തം ടേബിൾ ലാമ്പും ലൈറ്റ്സും എല്ലാം എടുത്ത് നിരത്തി വെച്ചിട്ട് കട്ടിലിരുന്ന് അതിനോട് സംസാരിക്കുകയാണ് ജോയ്സ്. ഇതെന്താ ഈ ലൈറ്റ്സ് വെച്ചിട്ട് കാണിക്കുന്നതെന്ന് ജൊനാഥൻ തിരക്കുമ്പോൾ ഈ ലൈറ്റ് വഴി വിൽ എന്നോട് സംസാരിക്കാൻ ശ്രമിച്ചു എന്ന് ജോയ്സ് പറയും. ഇത് കേട്ട ജൊനാഥൻ എന്ത് പൊട്ടത്തരാ പറയുന്നതെന്ന് ചോദിക്കാൻ വന്നതും ജോയ്സ് അവനെ തടഞ്ഞിട്ട് നീയെന്നല്ല ഒരാളും വിശ്വസിക്കില്ലെന്നറിയാം, പക്ഷെ വിൽ ഇവിടെ തന്നെയുണ്ട്, അവൻ എന്നോട് സംസാരിക്കാൻ ശ്രമിച്ചു, നീ ഇവിടെ ഇരിക്കെ, ചിലപ്പോൾ ഇപ്പോൾ നിനക്കും മനസ്സിലാകുമെന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും വില്ലിനോട് സംസാരിക്കാൻ ശ്രമിക്കും. പെട്ടെന്നൊരു ലൈറ്റ് മിന്നിയതും ജോയ്സ് അത് ജൊനാഥനെ കാണിക്കും. എന്നാൽ അവൻ അത് വിശ്വസിക്കുന്നില്ല. കറണ്ട് ആകുമ്പോൾ മിന്നിയും തെളിഞ്ഞുമൊക്കെ ഇരിക്കും. ഇത് കേട്ട ജോയ്സ് അങ്ങനെയല്ല, എന്തോ കുഴപ്പമുണ്ട്, വില്ല് ഇവിടെ തന്നെയുണ്ട്, ഇന്നലെ ഈ ഭിത്തിയിൽ നിന്നൊരു രൂപം വന്നു എന്ന് ജോയ്സ് പറഞ്ഞത് കേട്ട ജൊനാഥൻ ജോയ്സ് വില്ലിനെ കാണാതായതോടെ കിളി പോയ അവസ്ഥയിലാണെന്ന് കരുതി അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കും. അവളെ ഒരുവിധം ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കാനായി ജൊനാഥൻ പോകും. ഇവിടെ പിള്ളേര് വമ്പൻ പ്ലാനിങ്ങിലാണ്. സ്കൂൾ കഴിഞ്ഞാലുടൻ മിർക്വുഡിൽ പോയി ഇലവന്റെ സഹായത്തോടെ വില്ലിനെ കണ്ടുപിടിക്കണം. ലൂക്കസിന് ഇലവന് ഒട്ടും വിശ്വാസമില്ല. എന്നാൽ മൈക്കിന് അവൾ വില്ലിനെ കണ്ടുപിടിക്കുമെന്ന് 100% ഉറപ്പുണ്ട്. മിർക്വുഡിൽ അന്വേഷണം നടത്തുമ്പോൾ അതിനുവേണ്ട സാധനങ്ങളും ലൂക്കസ് കൊണ്ടുവന്നിട്ടുണ്ട്. ബൈനോക്കുലർ, അമ്പും വില്ലും, മലപ്പുറം കത്തി തുടങ്ങി കയ്യിലൊരു തെറ്റാലി വരെയുണ്ട്. നിന്റെ തെറ്റാലി കൊണ്ട് ഡെമഗോർഗനെ കൊല്ലാൻ പറ്റുമോ എന്ന് ഡസ്റ്റിൻ കളിയാക്കുമ്പോൾ ലൂക്കസിന് ഡെമഗോർഗൻ ഉണ്ടെന്ന കാര്യത്തിലും വിശ്വാസമില്ല. പിന്നെ ആയുധങ്ങൾ എന്തിനാണെന്ന് ചോദിച്ചാൽ വില്ലിനെ കണ്ടെത്തുന്ന സമയം ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ്. ഇനി ഡസ്റ്റിൻ എന്താ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ കുറെ ഫുഡ് ഐറ്റംസ് ആണ്. പിക്നിക് വൈബിലാണ് ഡസ്റ്റിൻ. ഇത് കണ്ട ലൂക്കസും മൈക്കും ഇവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന രീതിയിൽ പരസ്പരം നോക്കും. ഡസ്റ്റിന്റെ അഭിപ്രായത്തിൽ സൂപ്പർ പവേഴ്സ് ഉള്ള ഇലവൻ കൂടെയുള്ളതുകൊണ്ട് ആയുധങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഇലവൻ അപ്പം പോയി വില്ലിനെ കണ്ടുപിടിക്കുക, അവൾ ശത്രുക്കളെ അറ്റാക്ക് ചെയ്യും, അത് സ്നാക്കൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് കാണുക. ഇത് കേട്ട് ലൂക്കസിന് ദേഷ്യം വരും. ഉടനെ ഡസ്റ്റിൻ അവിടെയുള്ള ഒരു കളിപ്പാട്ടം എടുത്ത് ഇലവന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഈ ലൂക്കസിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഇതൊന്ന് പറത്തി കാണിക്കാൻ ആവശ്യപ്പെടും. അവൾ അത് മൈൻഡ് ചെയ്യാതെ അവനെ നോക്കിയിരിക്കും. അപ്പോഴേക്കും കരയൻ സ്കൂളിൽ പോകാൻ വിളിക്കുന്നത് കേട്ടിട്ട് ഡസ്റ്റിനും ലൂക്കസും പുറത്തേക്ക് പോകും. മൈക്ക് ഇലവനോട് നീ ഇതൊക്കെ കഴിച്ചിവിടെ ഇരിക്ക്, എന്നിട്ട് 3 മണിയാവുമ്പോൾ എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് ആരും കാണാതെ ഇവിടെ നിന്നിറങ്ങി നേരെ നടന്ന് അവിടെ ഒരു കമ്പിവേലിയുണ്ട്, ആ സ്ഥലത്ത് കാത്തു നിൽക്കാൻ പറയും. അവൾക്ക് സമയം അറിയാനായി കയ്യിൽ കെട്ടിയ വാച്ചും ഊരിക്കൊടുത്തിട്ട് മൈക്ക് നേരെ സ്കൂളിലേക്ക് പോകും. ഈ സമയം സ്കൂളിലെത്തിയ നാൻസിക്ക് എല്ലാവരും അവളെ ശ്രദ്ധിക്കുന്നത് പോലെ ഒരു തോന്നൽ. അവൾ നേരെ ലോക്കറിന്റെ അടുത്തേക്ക് നടന്നതും സ്റ്റീവ് അവിടേക്ക് വരും. നാൻസിക്കാണെങ്കിൽ അവനെ കണ്ടതും ഒരു ചമ്മലുണ്ട്. നാൻസിക്ക് സ്റ്റീവിന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ടോമിയും കരോളും ഇന്നലെ സ്റ്റീവിന്റെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ ആരോടെങ്കിലും പറഞ്ഞു എന്നൊരു ടെൻഷനുണ്ട്. അവിടുന്ന് ക്ലാസ്സിലെത്തിയ നാൻസി നോക്കുമ്പോൾ ബാർബ് ഇതുവരെയും വന്നിട്ടില്ല. അടുത്തിരിക്കുന്ന കുട്ടിയോട് ബാർബിനെ കണ്ടോന്ന് നാൻസി തിരക്കും. പക്ഷെ ബാർബ് ഇന്ന് ആബ്സെന്റ് ആണ്. വില്ല് ടണൽ വഴി കയറി ലാബിന്റെ എവിടെയും പെട്ട് കിടക്കുന്നുണ്ടോയെന്നറിയാനായി ഹോപ്പർ നേരെ ലാബിലേക്ക് ചെല്ലും. പോലീസുകാരായിട്ടും ഇവർക്കും ഈ ലാബിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. US ഗവൺമെന്റ് നേരിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ലാബാണിത്. ഇവിടെ ലോക്കൽ പോലീസിന് യാതൊരു റോളുമില്ല.
ലാബിന്റെ കാവൽ പട്ടാളത്തിനാണ്. അകത്തോട്ട് ചെന്ന അവരെ അവിടുത്തെ ഒരു പട്ടാളക്കാരൻ തടയും. ആദ്യം ഹോപ്പർ ഇച്ചിരി അഹങ്കാരത്തോടെ ഒരു കുട്ടി മിസ്സായി, ഈ പരിസരത്താണ് അവനുള്ളത്, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണെന്നൊക്കെ അറിയിക്കും. എന്തിനാണേലും അകത്തേക്ക് കയറണമെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അപ്രൂവൽ വേണം. അതില്ലാതെ അകത്തേക്ക് കയറ്റില്ല. അയാളോട് സംസാരിക്കുമ്പോൾ ഇവരുടെ ആവശ്യം കേട്ടിട്ട് എനർജി ഡിപ്പാർട്ട്മെന്റ് ഹെഡിനോട് അനുവാദം ചോദിക്കാൻ പറയും. അതൊന്നും പെട്ടെന്ന് നടക്കില്ലെന്നറിയാവുന്ന ഹോപ്പർ പെട്ടെന്നൊരു പാവത്തെ പോലെ, ഒരു കുട്ടി മിസ്സിംഗ് ആണ്, കുട്ടിയുടെ അമ്മയാണെങ്കിൽ 24 മണിക്കൂറും കരച്ചിലാണ്, നമ്മുടെ കുടുംബത്തിലും പിള്ളേരുള്ളതല്ലേ, ദയവ് ചെയ്ത് നിങ്ങൾ മുൻകൈ എടുത്ത് ഡിപ്പാർട്ട്മെന്റ് ഹെഡിന്റെ കയ്യിൽ നിന്ന് അപ്രൂവൽ വാങ്ങി തരാമോ എന്ന് ചോദിക്കും. ഡസ്റ്റിൻ കൊണ്ടുവന്ന ഫുഡെല്ലാം കഴിച്ച് അവൻ പറഞ്ഞ പോലെ കളിപ്പാട്ടവും പറപ്പിച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീടെല്ലാം നടന്ന് കാണണമെന്ന് ഇലവന് തോന്നുന്നത്. അവൾ നേരെ ഹാളിലേക്ക് പോകും. എന്നിട്ട് TV ഓൺ ചെയ്യും. ഇതൊക്കെ മൈക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. TV-യിലെ ഹീമാനെയൊക്കെ കണ്ട് ചാനൽ മാറ്റി മാറ്റി നോക്കുമ്പോഴാണ് ഇലവൻ TV-യിലെ കൊക്കോകോളയുടെ പരസ്യം കാണുന്നത്. അത് കണ്ട ഇലവന് പെട്ടെന്ന് ഡോക്ടർ ബ്രണ്ണർ ലാബിൽ അവളെ വെച്ച് നടത്തിയ ഒരു പരീക്ഷണം ഓർമ്മ വരും. ടെലികൈനസിസ് എനർജി വെച്ച് അവൾ ഒരു കൊക്കോകോളയുടെ ബോട്ടിൽ ക്രഷ് ചെയ്യും. ഇത് കണ്ട ബ്രണ്ണർ ഒരുപാട് ഹാപ്പിയാകും. ഇവിടെ ജോയ്സ് ആണെങ്കിൽ വിൽ ലൈറ്റ് വഴി സംസാരിക്കാൻ ശ്രമിക്കുന്നത് മനസ്സിലാക്കി വീട്ടിലുണ്ടായിരുന്ന ക്രിസ്മസ് ലൈറ്റ് എല്ലാം എടുത്ത് ഹാളിൽ തൂക്കിയിടും. പക്ഷെ അത് ഇച്ചിരിയേ ഉള്ളൂ, തികയുന്നില്ല. ഉടനെ നേരെ കടയിൽ ചെന്ന് അവിടെയുള്ള ക്രിസ്മസ് ലൈറ്റ് മൊത്തം വാങ്ങിക്കൂട്ടും. എന്തായാലും ഹോപ്പർ ഗേറ്റിൽ നിന്ന പട്ടാളക്കാരൻ്റെ കൈയും കാലും പിടിച്ച് ഡിപ്പാർട്ട്മെന്റ് ഹെഡിന്റെ പെർമിഷനും വാങ്ങി ലാബിനകത്തേക്ക് കയറും. ലാബിനകത്തല്ല, അതിൻ്റെ ആ കോമ്പൗണ്ടിൽ. എന്നിട്ട് മിർക്ക്വുഡിലെ ടണൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയുള്ള ഒരു ടണലിൽ നിന്നാണല്ലോ, അതിനകത്ത് പരിശോധിക്കും. അപ്പോഴാണ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അങ്ങനെ ഒരു കുട്ടി ഇവിടെ വന്നിരുന്നെങ്കിൽ ആ നിമിഷം തന്നെ ലാബിലുള്ളവർ അറിഞ്ഞേനെ എന്ന് പറയുന്നത്. ഇതിന്റെ മുക്കിനും മൂലയിലുമെല്ലാം CCTV ഉണ്ട്. CCTV കണ്ട ഹോപ്പർ അതിന്റെ കഴിഞ്ഞ ദിവസത്തെ വിഷ്വൽസ് ഒന്ന് കാണിക്കാമോ എന്ന് ചോദിക്കും. എന്തായാലും അതിനയാൾ സമ്മതിക്കും. അയാൾ അവരെ ലാബിനകത്തെ CCTV റൂമിലേക്ക് കൊണ്ടുപോകും. അതിനിടയിലൂടെ ശരിക്കും നിങ്ങളുടെ എന്തുവാ ചെയ്യുന്നതെന്ന് ഹോപ്പർ ചോദിക്കുന്നുണ്ട്. ഉടനെ ഹെഡ്, ഒന്നുമില്ല, റഷ്യക്കാർ നമ്മുടെ രാജ്യം പിടിച്ചടക്കാതിരിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യുന്നു, അത്ര തന്നെ. ഉടനെ കൂടെയുള്ള പോലീസുകാരൻ ഇവിടെ സ്പേസിനെ കുറിച്ചൊക്കെ ചില പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടെന്നൊരു കരക്കമ്പി ഉണ്ടെന്ന് പറയും. അകത്ത് കയറിയ ഇവരെ വെളിയിലെ ക്യാമറയിൽ പതിഞ്ഞ കാര്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ, വേറെയൊന്നും കാണിക്കുന്നില്ല. ഇത് കണ്ട ഹോപ്പർ ബാക്കി ക്യാമറകൾ കൂടി കാണിക്കാമോ എന്ന് ചോദിക്കും. അത് ഹെഡിന് ഇഷ്ടപ്പെടില്ല. ആൾ ഹോപ്പറെ ഒരു നോട്ടം നോക്കും. എന്നിട്ട് ദേഷ്യം പുറത്ത് കാണിക്കാതെ, ഇത്രയേ ഉള്ളൂ, കൂടുതൽ കാണിക്കാൻ പറ്റില്ല, എന്തായാലും ഒരു കുട്ടിയും ഇതിനകത്ത് വന്നിട്ടില്ലെന്ന് തറപ്പിച്ച് പറയും. പക്ഷെ ലാബിൽ നിറങ്ങിയതും ഹോപ്പർ, അവന്മാർ നമ്മളെ പറ്റിച്ചത് ഒരു CCTV-യിലെ വിഷ്വൽസ് മാത്രമാണ് കാണിച്ചത്, ഇവിടെ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ടെന്ന് കൂടെയുള്ള പോലീസുകാരോട് പറയുന്നുണ്ട്. ഈ ലാബിന്റെ പുറത്തെ ടണലിനോട് ചേർന്ന് ഒരു വെന്റിലേഷൻ ഉണ്ട്. ഈ വെന്റിലേഷനോട് തൊട്ട് താഴെയുള്ള റൂമിലാണ് അപ്സൈഡ് ഡൗണിലേക്കുള്ള വാതിലുള്ളത്. ഈ വാതിൽ വഴി അപ്സൈഡ് ഡൗണിന്റെ അകത്ത് ആരും ഇതുവരെ കയറിയിട്ടില്ല. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ബ്രണ്ണറും കൂട്ടരും. അപ്സൈഡ് ഡൗണിൽ എന്താണുള്ളതെന്ന് ഇവർക്ക് അറിയണം. നമ്മുടെ ഇലവനാണെങ്കിൽ വീട് മൊത്തം ചുറ്റിക്കറങ്ങി നേരെ നാൻസിയുടെ മുറിയിലെത്തും. അവിടൊക്കെ നോക്കി നടക്കുമ്പോഴാണ് നാൻസിക്കൊപ്പം ബാർബ് നിൽക്കുന്ന കുറെ ഫോട്ടോകൾ ഇലവൻ കാണുന്നത്. അതിലെ ബാർബിനെ കണ്ടതും ഇലവൻ വിഷമത്തോടെ നോക്കി നിൽക്കും. ഇലവനും ഡെമോഗോർഗനും തമ്മിൽ ഒരു ബന്ധമുണ്ട്, അതെന്താണെന്നൊക്കെ വഴിയെ പറയാട്ടോ. നാൻസിക്കാണെങ്കിൽ ബാർബിനെ കാണാത്തോണ്ട് ഒരു സമാധാനവുമില്ല. അവൾ ലഞ്ച് ബ്രേക്കിൽ സ്റ്റീവിന്റെ ഫ്രണ്ട് ടോമിയോട്, ഇന്നലെ നിങ്ങൾ ബാർബ് എപ്പോഴാണ് പോയതെന്ന് കണ്ടോന്ന് തിരക്കും. ടോമി ആണെങ്കിൽ ഏത് ബാർബ്, എവിടുത്തെ ബാർബ്, ഈ രീതിയാണ്. ഉടനെ സ്റ്റീവ്, തമാശകളാ, നിങ്ങൾ കണ്ടോന്ന് ചോദിക്കും. ഇവരാരും കണ്ടിട്ടില്ല, ചിലപ്പോൾ ഇവർ പോകുന്നതിന് മുമ്പേ പോയി കാണുമെന്ന് ടോമി പറയും. ഈ സമയത്താണ് ക്യാൻറ്റീനിൽ നിന്നിറങ്ങിയ ജൊനാഥൻ നാൻസിയെ തന്നെ നോക്കി നിൽക്കുന്നത് നാൻസി ശ്രദ്ധിക്കുന്നത്. ഇവൻ എന്തിനാ നോക്കുന്നതെന്ന് നാൻസിക്ക് മനസ്സിലാവില്ല. വില്ലിനെ കണ്ടുപിടിക്കാൻ പോകുന്നതിന് മുൻപേ ലൂക്കസിന്റെ തെറ്റാലിക്ക് വേണ്ട ബലമുള്ള കല്ലുകൾ തപ്പുകയാണ് മൈക്കും ടീമും. ഇതിനിടെ ഡസ്റ്റിൻ, ഇലവൻ ജനിച്ചപ്പോഴേ ഈ പവർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പഠിച്ചെടുത്തതായിരിക്കും, ഒന്നും ചോദിക്കാൻ പറ്റിയില്ല. ലൂക്കസിന് ഇലവനെ ഒന്നാമത് ഇഷ്ടമല്ല, അതുകൊണ്ട് അവൻ ഇത് ചുമ്മാ എന്തോ മാജിക് കാണിച്ചതാ, അല്ലാതെ സൂപ്പർ പവേഴ്സ് ഒന്നുമല്ല, ഇത് മൈക്കിന് ഇഷ്ടപ്പെടില്ല. ഉടനെ ലൂക്കസ്, മോനെ, നിനക്ക് അവളോട് പ്രേമമാണെന്ന് ഞങ്ങൾക്കറിയാം, എന്താണ് മിസ്റ്റർ മൈക്കിന്റെ ഭാവി പ്ലാൻ, അവളെയും കല്യാണം കഴിച്ച് ജീവിക്കാനാണോ എന്നൊക്കെ കളിയാക്കും. ഇത് കണ്ടുകൊണ്ടാണ് ഇവരെ എപ്പോഴും ഉപദ്രവിക്കുന്ന രണ്ട് പിള്ളേരുണ്ടല്ലോ, അവരങ്ങോട്ടേക്ക് വരുന്നത്. ഇവന്മാർ രണ്ടും, നിങ്ങളുടെ ഫ്രണ്ട് വില്ലില്ലേ, അവൻ മരിച്ചു കാണുമെന്ന് പറഞ്ഞ് കളിയാക്കും. ഇത് കേട്ട് പിള്ളേർ മുൻപോട്ട് നടന്നതും മൈക്കിനെ ഇവർ ഇടങ്കാലിട്ട് വീഴ്ത്തും. മൈക്കിന്റെ താടി കൃത്യം താഴെ കിടന്ന ഒരു കല്ലിൽ പോയി ഇടിക്കും. മൂന്നിനും ദേഷ്യം വരുമെങ്കിലും ക്ഷമയാണല്ലോ ഏറ്റവും വലിയ ആയുധമെന്ന് കരുതി ഒന്നും മിണ്ടാതെ നിൽക്കും. മൈക്കിനെ ഒന്ന് കൂളാക്കാൻ ഡസ്റ്റിൻ അവന്റെ മുഖത്തടിച്ച കല്ലെടുത്ത്, ഈ കല്ല് മതി, നല്ല സ്ട്രോങ് ആണെന്ന് പറയും. വീണാലെന്താ, നല്ലൊരു കല്ല് കിട്ടിയല്ലോ. ജൊനാഥന്റെ സ്കൂളിലെ ഫോട്ടോ റൂമിൽ പോയി അവനെടുത്ത നാൻസിയുടെ ഫോട്ടോകളെല്ലാം പ്രിന്റ് എടുത്തു വെക്കും. ഇത് കണ്ടുകൊണ്ടാണ് സ്റ്റീവിന്റെ ഫ്രണ്ട് നിക്കോൾ അവിടേക്ക് വരുന്നത്.
ജോയ്സ് ആണെങ്കിൽ കടയിലെ മൊത്തം ക്രിസ്മസ് ലൈറ്റും വാങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടി മുറികളിലെല്ലാം തൂക്കിയിട്ട് ഒരു പള്ളിപ്പെരുന്നാൾ പോലെ ആക്കിയിട്ടുണ്ട്. എന്തോന്നാടെ ഇത്, ബിനാലെയോ? അപ്പോഴാണ് കരേൻ അവിടേക്ക് വരുന്നത്. വിൽ മിസ്സായതോടെ ജോയ്സും ജൊനാഥനും ഫുഡൊന്നും ഉണ്ടാക്കുകയില്ലെന്നറിയാവുന്ന കരേൻ അവർക്ക് വേണ്ട ഫുഡും കൊണ്ടാണ് വന്നിരിക്കുന്നത്. കൂടെ ഹോളിയുമുണ്ട്. അകത്തെ ലൈറ്റ്സ് കണ്ട കരേന് എന്തോ ഒരു പന്തികേട് തോന്നും. ലാബിന്റെ കാര്യത്തിൽ സംശയം തോന്നിയ ഹോപ്പർ നേരെ ഹോക്കിൻസിലെ പബ്ലിക് ലൈബ്രറിയിലേക്ക് പോകും. ഇവിടെ ഇരിക്കുന്ന ലൈബ്രറിയൻ മരീസ ഹോപ്പറിന്റെ ഒരു ഗേൾഫ്രണ്ട് ആയിരുന്നു. അതെന്തേലും ആകട്ടെ, ഇവരിവിടെ വന്നിരിക്കുന്നത് ഇവിടെ പഴയ പത്രങ്ങളുടെ വലിയൊരു കളക്ഷൻ ഉണ്ട്. അതാണേൽ വർഷവും ടോപ്പിക്കും വെച്ച് എല്ലാം വ്യക്തമായി തരംതിരിച്ച് വെച്ചിരിക്കുകയാണ്. പഴയ പത്രമായോണ്ട് വിശദമായി വായിക്കാൻ സഹായിക്കുന്ന ഒരു റീഡറും ഇവിടെ ഉണ്ട്. ഇവരിപ്പോൾ വന്നിരിക്കുന്നത് ലാബിനെ കുറിച്ച് എന്തെങ്കിലും വാർത്തകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിയാനാണ്. അവൾ അതെടുക്കാൻ പോകുമ്പോൾ കൂടെയുള്ള പോലീസുകാരൻ പോവൽ ഇതിനിടെ ഇവരെയും പ്രേമിച്ചു എന്ന് തിരക്കും. ഹോക്കിൻസിലെ ലാബിനെ കുറിച്ച് വന്നിട്ടുള്ള ഒരു പരാതി അവിടെ അനധികൃതമായി കുട്ടികളെ ഉപയോഗിച്ച് പരീക്ഷണം നടത്തുന്നുണ്ടെന്നും പറഞ്ഞ് ടെറി ഐവിസ് എന്നൊരു സ്ത്രീ ഡോക്ടർ ബ്രണ്ണറിനും ലാബിനുമെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. MK അൾട്ര എന്നാണ് പരീക്ഷണത്തിന്റെ പേര്. ഈ പ്രോജക്റ്റ് ചെയ്യുന്നത് CIA വേണ്ടിയാണ്. ടെറി ഐവിസും ഈ ലാബിലെ ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. അവരുടെ ജനിച്ച് ദിവസങ്ങൾ മാത്രമായ പെൺകുഞ്ഞിനെ ഈ പരീക്ഷണം നടത്താനായി ഡോക്ടർ ബ്രണ്ണർ തട്ടിയെടുത്തെന്നാണ് പരാതി. എന്നാൽ കോടതി അത് കള്ളക്കേസാണെന്ന് പറഞ്ഞ് തള്ളി. ജോയ്സിന്റെ അടുത്തെത്തിയ കരേൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്തിരിക്കുന്ന കുഞ്ഞു ഹോളി അവരുടെ ലൈറ്റ് മിന്നി മറയുന്നത് കാണുന്നത്. എന്നാൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ജോയ്സും കരേനും ഇത് ശ്രദ്ധിക്കുന്നില്ല. ലൈറ്റ് കണ്ട് കുഞ്ഞു ഹോളി പോകുന്നത് വില്ലിന്റെ മുറിയിലേക്കാണ്. ഈ സമയത്താണ് കരേൻ ഹോളി അവിടെ ഇല്ലെന്ന കാര്യം മനസ്സിലാക്കുന്നത്. വില്ലിന്റെ റൂമിലെത്തിയ ഹോളി നോക്കുമ്പോൾ പള്ളിപ്പെരുന്നാൾ പോലെ ലൈറ്റ് ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. പെട്ടെന്നത് നിൽക്കും. ഉടനെ ഭിത്തിയിൽ നിന്നും ഒരു രൂപം പുറത്തേക്ക് വരാൻ തുടങ്ങിയതും ജോയ്സ് ഓടി വന്ന് ഹോളിയെ പൊക്കിയെടുത്ത് കരേനെ ഏൽപ്പിക്കും. എന്നിട്ട് കുഞ്ഞിനോട് ആ ഭിത്തിയിൽ എന്തെങ്കിലും കണ്ടോന്ന് ചോദിക്കും. അതൊരു ചെറിയ കുട്ടിയല്ലേ, അതിനധികം ഒന്നും പറയാൻ അറിയില്ലല്ലോ. കുഞ്ഞ് എന്തോ കണ്ടെന്ന് മനസ്സിലായ ജോയ്സിന് ഇനിയും കരേനും ഹോളിയും അവിടെ നിന്നാൽ അവർക്കും എന്തെങ്കിലും അപകടം പറ്റുമെന്ന് മനസ്സിലായി. ഉടനെ തന്നെ കൊണ്ടുവന്ന ഭക്ഷണങ്ങൾക്ക് നന്ദി, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാൻ ആവശ്യപ്പെടും. കരേനാണെങ്കിൽ ആകെ അന്തം വിടും. പെട്ടെന്ന് ജോയ്സിന് എന്താ പറ്റിയെന്ന് അവൾക്ക് മനസ്സിലാവില്ല. നാൻസിക്കാണെങ്കിൽ ബാർബ് വരാത്തോണ്ട് ഒരു അസ്വസ്ഥത തോന്നും. അവൾ നേരെ ബാർബിന്റെ വീട്ടിലേക്ക് വിളിക്കും. ഫോൺ എടുത്ത ബാർബിന്റെ അമ്മയോട് ബാർബ് അവിടെ എത്തിയോന്ന് ചോദിക്കും. എന്നാൽ അവൾ ഇതുവരെ എത്തിയിട്ടില്ല. ബാർബ് ഇന്നലെ നാൻസിയുടെ വീട്ടിൽ കിടക്കുമെന്ന് പറഞ്ഞാണ് രാത്രി അവിടെ നിന്നും പോയത്. അവര് കരുതുന്നത് ബാർബ് ഇപ്പോഴും നാൻസിക്കൊപ്പം ഉണ്ടെന്നാണ്. ഉടനെ നാൻസി, ഇന്നലെ എനിക്കൊപ്പം ഉണ്ടായിരുന്നു, ഇപ്പോഴെങ്ങാനും അങ്ങോട്ട് വന്നിട്ടുണ്ടോന്നറിയാൻ ചോദിച്ചതാ, ക്ലാസ്സിൽ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞൊപ്പിക്കും. ഇതോടെ നാൻസിക്ക് ബാർബിനെന്തോ അപകടം പറ്റിയെന്ന് മനസ്സിലാവും. നേരത്തെ ജൊനാഥൻ ഫോട്ടോ എടുത്ത് പ്രിന്റ് എടുക്കുന്ന കണ്ട നിക്കോൾ അത് നേരെ പോയി സ്റ്റീവിനെയും ടീമിനെയും അറിയിക്കും. അവരാണെങ്കിൽ ക്ലാസ് കഴിഞ്ഞിറങ്ങിയ ജൊനാഥനെയും കാത്ത് വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു. എന്നിട്ട് സ്റ്റീവ് നിക്കോൾ പറഞ്ഞ കാര്യങ്ങൾ ജൊനാഥനോട് ചോദിക്കും. കേട്ടപാടെ ജൊനാഥൻ അങ്ങനൊരു സംഭവമേ ഇല്ല എന്ന് നിഷേധിക്കും. എന്നാൽ പോകാൻ ശ്രമിച്ച ജൊനാഥന്റെ ബാഗ് ടോമി പിടിച്ചു വാങ്ങി സ്റ്റീവിന്റെ കയ്യിലേക്ക് കൊടുക്കും. ബാഗിനകത്ത് നിക്കോൾ പറഞ്ഞ എല്ലാ ഫോട്ടോയും ഉണ്ട്. നാൻസിയുടെ മാത്രമല്ല, സ്റ്റീവിന്റെയും കരോളിന്റെയും ടോമിയുടെയും എല്ലാം ഫോട്ടോസ് ഉണ്ട്. അപ്പോഴാണ് അവിടേക്ക് നാൻസി വരുന്നത്. ഉടനെ കരോൾ ജൊനാഥൻ എടുത്ത ഫോട്ടോകൾ അവളെയും കാണിക്കും. ഇത് കണ്ട നാൻസി അന്തം വിട്ട് ജൊനാഥനെ നോക്കും. ദേഷ്യം വന്ന സ്റ്റീവ് ആ ഫോട്ടോകളെല്ലാം കീറി ജൊനാഥന്റെ മുഖത്തേക്ക് ഇട്ടുകൊടുക്കും. അത് കണ്ട ജൊനാഥൻ ക്യാമറ വാങ്ങാനായി മുന്നോട്ടാഞ്ഞതും ടോമി അവനെ തടയും. ക്യാമറ ജൊനാഥന്റെ നേരെ നീട്ടിയിട്ട് ഒന്നും അറിയാത്ത പോലെ സ്റ്റീവ് ആ ക്യാമറ താഴെയിട്ട് പൊട്ടിക്കും. എന്നിട്ട് അവരെല്ലാം അവിടെ നിന്നും പോകും. നാൻസി ഇതെല്ലാം കണ്ട് അന്തം വിട്ടു നിൽക്കുകയാണ്. അപ്പോഴാണ് താഴെ കിടക്കുന്ന ബാർബിന്റെ ഫോട്ടോകൾ നാൻസി ശ്രദ്ധിക്കുന്നത്. അപ്പോഴേക്കും സ്റ്റീവ് അവളെ വിളിക്കും. ഉടനെ നാൻസി താഴെ കിടന്ന ബാർബിന്റെ കീറിക്കളഞ്ഞ ഫോട്ടോകളെല്ലാം എടുത്ത് ബാഗിലാക്കി വേഗം അവിടെ നിന്ന് സ്റ്റീവിന്റെ അടുത്തേക്ക് പോകും. മൈക്ക് പറഞ്ഞതുപോലെ തന്നെ 11 ആരും കാണാതെ വേലിയുടെ അടുത്ത് ചെന്ന് നിൽക്കും. അപ്പോഴാണ് ഒരു പൂച്ചയെ അവിടെ കാണുന്നത്. പെട്ടെന്ന് അവൾക്ക് ലാബിൽ നടന്ന ചില പരീക്ഷണങ്ങൾ ഓർമ്മ വരും. സാധാരണ പരീക്ഷണങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ബ്രണ്ണർ 11നോട് ആവശ്യപ്പെടുന്നത് ടെലികൈനസിസ് എലിവിറ്റി വഴി ലാബിൽ വളർത്തുന്ന ഒരു പൂച്ചയെ ഉപദ്രവിക്കാനാണ്. എന്നാൽ 11 അത് ചെയ്യില്ല. ദേഷ്യം വന്ന ഡോക്ടർ ബ്രണ്ണർ ഉടനെ ലാബിലെ സെക്യൂരിറ്റിയെ കൊണ്ട് അവളെ ഒരു ഇരുട്ട് മുറിയിൽ അടയ്ക്കും. ഉടനെ ദേഷ്യം വന്ന 11 അവൾ പോലും അറിയാതെ ടെലികൈനസിസ് എനർജി വഴി ഗാർഡിനെ രണ്ടും ആക്രമിക്കും. അതിലൊരു ഗാർഡ് തെറിച്ചു വീണ് ആ ഫോഴ്സിൽ ആ ഭിത്തി തന്നെ പൊട്ടിപ്പോകുന്നുണ്ട്. പക്ഷേ ടെലികൈനസിസ് എബിലിറ്റി ഉപയോഗിച്ചു കഴിഞ്ഞാൽ 11 അവളുടെ എനർജി മൊത്തം ഇല്ലാതായി ആകെ തകർന്നു പോകും. അവൾ ഗാർഡുകളെ ആക്രമിച്ചത് കണ്ട ബ്രണ്ണർ ഞെട്ടിപ്പോകും. അയാൾക്ക് പരീക്ഷണം വിജയിച്ചതിൽ വീണ്ടും ശരിക്കും സന്തോഷം തോന്നും. അതുകൊണ്ട് അയാൾ അവളുടെ അടുത്തേക്ക് വന്ന് അവശയായി നിൽക്കുന്ന 11 സ്നേഹത്തോടെ എടുത്തോണ്ടു പോകും. ഇതൊക്കെ ആലോചിച്ചു നിൽക്കുന്ന 11ന്റെ അടുത്തേക്ക് മൈക്കും കൂട്ടുകാരും ചെല്ലും. എന്നിട്ട് അവളെയും കൊണ്ട് വില്ലിനെ കണ്ടുപിടിക്കാനായി പോകും.
വിൽ എവിടെയാണ് ഡെമോഗോർഗനെ പേടിച്ചിരിക്കുന്നതെന്ന് ഇലവൻ അറിയാം. സ്റ്റീവിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും ഒപ്പം നിൽക്കുകയാണെങ്കിലും നാൻസിക്ക് ബാർബിനെ ഓർത്തൊരു സമാധാനവുമില്ല. നാൻസി കരുതിയത് ഇന്നലെ രാത്രി നാൻസിക്കൊപ്പം ഉണ്ടായിരുന്നിട്ട് ബാർബ് അവളുടെ വീട്ടിലേക്ക് തനിയെ പോയി കാണുമെന്നാണ്. എന്നാൽ ഇപ്പോൾ ബാർബ് ആ രാത്രി വീട്ടിലും ചെന്നിട്ടില്ല. ഉടനെ നാൻസി ബാർബിനെ തിരക്കാനായി അവിടെ നിന്നും പോകും. സ്റ്റീവ് അവളോട് എവിടെ പോകുവാന്ന് ചോദിക്കുമ്പോൾ വീട്ടിലേക്കാണെന്ന് നാൻസി കള്ളം പറയും. നാൻസി പെട്ടെന്ന് പോയത് സ്റ്റീവിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിള്ളേരുടെ നാലും മിർക്കുവുഡിലൂടെ നടക്കുമ്പോൾ മൈക്കിന്റെ മുഖത്തെ പാട് കണ്ടിട്ട് എന്ത് പറ്റിയതാണെന്ന് ഇലവൻ ചോദിക്കും. ഇവരുടെ ഈ നടപ്പൊന്നും ലൂക്കസിന് അത്ര പിടിക്കുന്നില്ല. സ്റ്റീവിന്റെ അടുത്തുനിന്ന് പോയ നാൻസി ഇന്നലെ രാത്രി അവളും ബാർബും കാറ് പാർക്ക് ചെയ്ത സ്ഥലത്ത് ചെന്ന് നോക്കിയതും കാർ അവിടെ തന്നെയുണ്ട്. അതിനർത്ഥം ബാർബ് ഇന്നലെ രാത്രി ഇവിടേക്ക് വന്നിട്ടില്ല. സ്റ്റീവിന്റെ വീടിനടുത്ത് വെച്ച് ബാർബിനെന്തോ അപകടം പറ്റിയെന്ന് മനസ്സിലായ നാൻസി നേരെ സ്റ്റീവിന്റെ വീട്ടിലേക്ക് പോകും. എന്നാൽ അവന്റെ വീട്ടിലെത്തിയ നാൻസി അടുത്തുള്ള കാട്ടിൽ നോക്കുമ്പോൾ ഒരു ജീവി പെട്ടെന്ന് അവളെ പാസ് ചെയ്തു പോകും. അത് കണ്ട് പേടിച്ച നാൻസി തിരിഞ്ഞോടും. ജോയ്സ് ആണേൽ ഹോളി എന്തോ മുറിയിൽ കണ്ടെന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ച് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് വീണ്ടും ലൈറ്റ്സ് മിന്നി മറയുന്നത് അവൾ കാണുന്നത്. ഇത്തവണ ജോയ്സ് പേടിക്കാതെ അതിൻ്റെ ഉറവിടം നോക്കിപ്പോകും. പെട്ടെന്നാണ് ജോയ്സിന് ഒരു ഐഡിയ തോന്നുന്നത്. ഒരു ക്രിസ്മസ് ലൈറ്റ് കയ്യിലെടുത്തിട്ട് അവൾ അതിനോട് നീ വില്ലാണോ, നീ ഇവിടെയുണ്ടോ എന്ന് ചോദിക്കും. ഉടനെ ആ ലൈറ്റ് കത്തും. അത് കണ്ട ജോയ്സ് ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് യെസ് ആണെങ്കിൽ ഒരു തവണ കത്തണം, നോ ആണെങ്കിൽ 2 തവണ ലൈറ്റ് കത്തണമെന്ന് പറയും. എന്നിട്ട് നീ ജീവനോടെ ഉണ്ടോ എന്ന് ചോദിക്കും. അതിന് വിൽ യെസ് എന്ന് ഒരു തവണ ലൈറ്റ് മിന്നി കാണിക്കും. സേഫ് ആണോ എന്ന് ചോദിക്കുമ്പോൾ 2 തവണ ലൈറ്റ് കത്തി നോ എന്ന് കാണിക്കും. ഇത് കണ്ട ജോയ്സിന് ഇനി എന്താ ചെയ്യേണ്ടേ, വില്ലിനെ എങ്ങനെ കണ്ടുപിടിക്കണം, ഇതൊന്നും അറിയില്ല. ഉടനെ ജോയ്സ് ലൈറ്റ് വഴി കൃത്യമായി വില്ലുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായി ഭിത്തിയിൽ ആൽഫബറ്റ്സ് എഴുതാൻ തുടങ്ങും. ബാർബിനെന്തോ കാര്യമായ അപകടം പറ്റിയതാണെന്ന് മനസ്സിലായ നാൻസി വീട്ടിലേക്ക് ചെന്ന് കരയനോട് കരഞ്ഞുകൊണ്ട് ബാർബിനെന്തോ പറ്റിയെന്ന് പറയും. ഹോപ്പറും പോലീസുകാരൻ പോവലും ഇപ്പോഴും ലൈബ്രറിയിൽ തന്നെയാണ്. പോവലിന് ലാബിനെ കുറിച്ച് ടെറി ഐവിസ് പറഞ്ഞ കാര്യങ്ങളൊന്നും സത്യമായി തോന്നുന്നില്ല. ഇത്രയും ഫേമസ് ആയ ലാബിനെതിരെ സംസാരിച്ച് വെറും അറ്റൻഷൻ നേടാനായിരിക്കും അവരുടെ ഉദ്ദേശം. എന്നാൽ ഹോപ്പറിന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. ടെറി ഐവിസ് പറഞ്ഞതിൽ എന്തൊക്കെയോ ചില കാര്യങ്ങളുണ്ട്. ലാബിൽ പുറംലോകം അറിയാത്ത ചില പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ടായിരിക്കാം. വില്ലിനെ അന്വേഷിച്ച് ലാബിലെത്തി CCTV പരിശോധിച്ചപ്പോൾ അവർ അധികമൊന്നും കാണിച്ചില്ലല്ലോ. എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ വില്ലൊരു തമാശയ്ക്ക് വീട്ടുകാരെ പറ്റിക്കാനായി ലാബിൽ ഒളിച്ചു കാണും. അവിടെ വെച്ച് അവൻ എന്തെങ്കിലും കണ്ടും കാണും. ലാബിലുള്ളവർ അത് മനസ്സിലാക്കി ചിലപ്പോൾ അവനെ അവിടെ പൂട്ടിയിട്ട് കാണും. അല്ലെങ്കിൽ അവരവനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും. പോവലിന് ഇതൊക്കെ കേട്ട് ചിരിയാണ് വരുന്നത്. പെട്ടെന്നാണ് സ്റ്റേഷനിൽ നിന്ന് ഒരു എമർജൻസി മെസ്സേജ് വരുന്നത്. ഇത് കേട്ട ഹോപ്പറും പോവലും വേഗം അവിടെ നിന്നും പോകും. ഇതിനിടെ വിൽ ഒളിച്ചിരിക്കുന്ന സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് 11 പിള്ളേരെ കൊണ്ടുപോകുന്നത് വില്ലിൻ്റെ വീടിനടുത്തേക്കാണ്. അവൻ്റെ വീട് കാണിച്ചിട്ട് വിൽ ഇവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് അവൾ പറയും. ഇത് കേട്ട മൈക്ക് ഇത് വിൽ താമസിച്ചിരുന്ന വീടാണെന്ന് പറയും. ഇതെല്ലാം കണ്ട ലൂക്കസ് എവിടുന്ന് കിട്ടിയടാ ഇവളെ, ഇവൾക്കൊരു കുന്തോ അറിയില്ല, ചുമ്മാ നമ്മളെ കൂടെ വഴിതെറ്റിച്ച് സമയം കളയാനാണ് ഇവളുടെ ഉദ്ദേശം എന്നതൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടും. അപ്പോഴാണ് അതുവരെ മിണ്ടാതിരുന്ന ഡസ്റ്റിൻ അതുവഴി പോലീസും ആംബുലൻസും ചീറിപ്പാഞ്ഞു പോകുന്നത് കാണുന്നത്. അവനുടനെ അവിടെ വഴക്ക് കൂടിയിരിക്കുന്ന ലൂക്കസിനെയും മൈക്കിനെയും അത് കാണിക്കും. ഉടനെ അവരെല്ലാം കൂടി ആ ആംബുലൻസിന്റെ പിന്നാലെ പോകും. ജോയ്സ് ഭിത്തിയിൽ A മുതൽ Z വരെ എഴുതി ഓരോ അക്ഷരത്തിന് നേരെയും ഓരോ ബൾബുകൾ ഇടും. എന്നിട്ട് വില്ലിനോട് സംസാരിക്കാൻ ശ്രമിക്കും. നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ വിൽ ഇവിടെ തന്നെയുണ്ട് എന്ന് ഓരോ അക്ഷരങ്ങളിലൂടെയും ജോയ്സിനോട് പറയും. ഇത് തന്നെയാണ് ഇലവനും മൈക്കിനോടും കൂട്ടുകാരോടും പറഞ്ഞത്. ഇത് കേട്ട ജോയ്സ് നിന്നെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും, ഇപ്പോഴെന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും ഓടാനാണ് വിൽ പറയുന്നത്. ഇതോടെ ലൈറ്റ്സ് ഭയങ്കരമായി മിന്നി മിന്നി കത്തും. പെട്ടെന്ന് ഭിത്തിയിലൂടെ ഡെമോഗോർഗൻ ഇറങ്ങി വരുന്നത് കണ്ട ജോയ്സ് പേടിച്ച് വീട്ടിൽ നിന്നോടും. പോലീസിനെയും ആംബുലൻസിനെയും ഫോളോ ചെയ്ത് പിള്ളേരെത്തുന്നത് ലാബിനടുത്തുള്ള കനാലിനടുത്താണ്. ഹോപ്പറിന്റെ വണ്ടിയാണ് നേരത്തെ പിള്ളേർ കണ്ടത്. വണ്ടിയിൽ നിന്നിറങ്ങിയ ഹോപ്പർ കനാലിൽ നിന്നെടുക്കുന്ന വില്ലിന്റെ ബോഡി കണ്ട് അന്തം വിട്ടു നിൽക്കും. അയാൾക്കും എന്ത് ചെയ്യണമെന്നറിയില്ല. ആള് ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുകയാണ്. ഇതേ കാഴ്ച നമ്മുടെ പിള്ളേരും കാണും. വില്ലിനെയാണ് കനാലിൽ നിന്ന് എടുക്കുന്നതെന്ന് മനസ്സിലായ മൈക്കിന്റെ സർവ്വ നിയന്ത്രണങ്ങളും നഷ്ടമാകും. അവൻ ഇലവനോട് പൊട്ടിത്തെറിക്കും. നീയല്ലേ അവൻ ഒളിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് പറ്റിച്ചതെന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകും. ഡെമോഗോർഗനെ കണ്ട് പേടിച്ച ജോയ്സ് വീട്ടിൽ നിന്നിറങ്ങി ഓടും. അപ്പോഴാണ് അവിടേക്ക് ജൊനാഥൻ കാറുമായി വരുന്നത്. ഓടി വരുന്ന അമ്മയെ കണ്ട് കാർ നിർത്തി ജൊനാഥൻ പുറത്തിറങ്ങും. ജൊനാഥനെ കണ്ട് ജോയ്സ് പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിക്കും. ഇതേ സമയം ഇലവനോട് ദേഷ്യപ്പെട്ട മൈക്ക് വീട്ടിലേക്ക് എത്തുമ്പോൾ നാൻസി ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കരേൻ മൈക്കിനെ കണ്ട് അവൻ്റെ അടുത്തേക്ക് ചെല്ലും.
മൈക്ക് കരയുന്നത് കണ്ട കരയൻ പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിക്കും. അവിടെ ജോയ്സും ജനാർദ്ദനും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. ഇവിടെ മൈക്കും കരയനും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. ഇതൊക്കെ കാണിച്ച് എപ്പിസോഡ് 3 ഇവിടെ അവസാനിക്കും.